നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES തിരൂർ യൂണിറ്റ് കുടുംബസംഗമവും നഗരപിതാവിന് സ്വീകരണവും. കേരളത്തിലെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന MES കേരളയുടെ തിരൂർ യൂണിറ്റ് കുടുംബസംഗമവും പുതുതായി തിരഞ്ഞെടുത്ത തിരൂർ നഗരസഭയിലെ നഗരപിതാവ് കീഴടത്തിൽ ഇബ്രാഹിം ആജിയെയും പ്രവാസി സാമൂഹ്യക്ഷേമ ബോർഡ് അധ്യക്ഷനും കൗൺസിലറുമായ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ്, വാർഡ് കൗൺസിലർ ടി അബൂബക്കർ എന്ന ബാബുവിനെയും ഷാൾ അണിയിച്ച് സ്വീകരണവും പ്രശസ്ത ഇംഗ്ലീഷ് കവയിത്രിയും എഴുത്തുകാരിയുമായ റോഷ്നി കൈനിക്കരയെയും മുതിർന്ന നേതാക്കളായ ഡോക്ടർ അൻവർ, ഡോക്ടർ കമർ നീസ, എ മൊയ്തീൻ കുട്ടി, ബഷീർ മാസ്റ്റർ പറവണ്ണ, M മൊയ്തുട്ടി ഹാജി എന്നിവരെ ആദരിക്കുകയും ചെയ്തു. MES സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന സംഗമം മാസ്റ്റർ മുഹമ്മദ് ഇഹ്ലാസിന്റെ ഖിറാഅത്തോടെ തുടക്കം കുറിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK റസാഖ് ഹാജി, MES കേരള ഉപാധ്യക്ഷൻ ഷാഫി ഹാജി കൈനിക്കര, ജില്ലാ സെക്രട്ടറി ഉമ്മർ ഗുരുക്കൾ, താലൂക്ക് പ്രസിഡന്റ് തെയ്യമ്പാട്ടിൽ ഷറഫുദ്ദീൻ, സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷെരീഫ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K അബ്ദുൽ ജലീൽ, ജില്ലാ നേതാക്കളായ PA റഷീദ്, നജ്മുദ്ദീൻ കല്ലുങ്ങൽ, സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ്, മുൻ സ്കൂൾ ചെയർമാൻ അൻവർ സാദ് കളിയത്ത്, PP അബ്ദുറഹ്മാൻ, K മൻസൂർ ബാബു, ലത്തീഫ് ഹാജി, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് നിഷാദ്, ഡോക്ടർ ഫാസിൽ, അബ്ദുള്ള കുട്ടി അമ്മേങ്ങര, ഡോക്ടർ സാജിദ, നിഷ സിറാജ്, ഡോക്ടർ സുരബില ഷബാദ്, സീനത്ത് റസാഖ്, സലീം കൈനിക്കര, അബു സുബാൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ മമ്മി ചെറുതോട്ടത്തിൽ നന്ദി പറഞ്ഞു. വനിതകളുടെയും കുട്ടികളുടെയും വിവിധ തരം കളികളും ഗാനാലാപനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. തുഴയില്ലാത്തൊരു പൂന്തോണി, ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വീഴാമ്പൽ കിളി ഞാനാണ്. ഇല്ല റഹീമേ നീ ഒഴികെ സാന്ത്വനമേകാൻ തണൽ വേറെ ഇല്ല, ജലാലേ നീ ഒഴികെ അഭയസ്ഥാനം ഒരു വേറെ. നീലതുരുത്തിലെ നീർപ്പരപ്പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ, ആമക്കൂറുമ്പരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ.
ആരാൽ ചേർക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിനാവേ പത കേട്ട് മെല്ലെ വിഴി പോട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ഇരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാലി. ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ് പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതു കണ്ണാലെ കണ്ടിട്ട് ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. सागर जैसे आंखों वाली, ये तो बता तेरा नाम है क्या? مانع وحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر. മികവാർന്ന കളറാർന്ന വളരെ സന്തോഷകരമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ഇന്നത്തെ നമ്മളെ ഈ കുടുംബ സംഗമം. അതിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളെ MESൻ്റെ കുടുംബങ്ങളാണെന്നുള്ള ഒരു പ്രത്യേകതയാണ്. അത് ഒരു സംഘടനക്കും ചിലപ്പോൾ അത് അവകാശപ്പെടാൻ പറ്റില്ല.
അത്രയും ഒരു എന്താ പറയുക, മഹാനായ റബ്ബിൻ്റെ ഒരു തൗഫീക്ക് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഇവിടെ വന്നിട്ടുള്ളതൊക്കെ നമ്മളെ തിരൂർ യൂണിറ്റിൻ്റെ കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം. അതിനുശേഷം ഈ MESൻ്റെ പഴയകാല പ്രവർത്തനത്തെ പറ്റിയും വ്യക്തികളെ പറ്റിയും മണം പറഞ്ഞു പോയ ആളുകളെ പറ്റിയൊക്കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫിയാജി നിങ്ങളെ അനുസ്മരണ പ്രഭാഷണം നടത്തും. പിന്നെ അള്ളാഹു തീരുമാനിച്ച ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിപ്പെടണം, അങ്ങനെ അത് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ കുടുംബ യോഗത്തിൽ ക്ഷണിച്ചതിലും വന്ന് പങ്കെടുക്കാൻ സാധിച്ചതിലും. MESൻ്റെ ഒരു കത്തിപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്, ഇന്നലെ മിനിയാന്നാണ്. എല്ലാവർക്കും ഏതായാലും നമുക്ക് വലിയ അഭിമാനം തോന്നുന്ന MES എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അഭിമാനം തോന്നുന്ന ഒരു സ്ഥാപനമാണ്. സഹകരണവും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ചെയർമാൻ എന്ന നിലക്ക് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയൊരു ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ഈ കുടുംബ സംഗമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. കാരണം തിരൂരിൽ ആ യൂണിറ്റ് കമ്മിറ്റി വന്നതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടും എല്ലാ മാസവും എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്. നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മെഡിക്കൽ സപ്പോർട്ട് ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം യാത്രക്കാർക്കും പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ സൗകര്യത്തിന് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് അവർ ആദ്യം നടപ്പിലാക്കിയത്. വളരെ ഭംഗിയായി അത് വൻ വിജയവുമായിരുന്നു. ഡോക്ടർ ഗഫൂർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. ഇന്ന് 6 പതിറ്റാണ്ട് പിന്നിട്ട് അത് പരിശോധിക്കുമ്പോൾ അവരുടെ ഉദ്യമം വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ MESൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 150ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് MES നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ MESൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നാട്ടിലും വിദേശത്തുമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആണെങ്കിലും ഒരു മതനിരപേക്ഷമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി MESന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും അതിൻ്റെ പ്രസക്തി അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന രംഗത്തും വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തും എല്ലാം തന്നെ MES നൽകിയിട്ടുള്ള സംഭാവനകളെ ആർക്കും തന്നെ വിലമതിക്കാൻ സാധിക്കുകയില്ല. ഒരു കലാലയം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വപ്രശസ്തനായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ he opens a school door, closes a prison. ഒരു കലാലയത്തിൻ്റെ വാതിൽ തുറന്നിടുന്നൊരു വ്യക്തി ഒരു തടവറയുടെ വാതിലാണ് കൊട്ടിയടക്കപ്പെടുന്നതെന്നാണ് മഹാനായ വിക്ടർ ഹ്യൂഗോ പ്രതിപാദിച്ചിട്ടുള്ളത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ MES എന്ന് പറയുന്ന ഈ സ്ഥാപനം, MES എന്ന് പറയുന്ന ഈ സംഘടന ഒട്ടനവധി തടവറകളുടെ വാതിൽ കൊട്ടിയടക്കപ്പെടുകയും 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വരാനിരിക്കുന്ന തലമുറയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുവാനും നമ്മുടെ സമൂഹത്തിന് ഗുണപരമായിട്ടുള്ള സന്ദേശം നൽകാൻ MESന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഇത്ര അഭിമാനകരമായ ഒരു കാര്യം, അതായത് കുറേ കുട്ടികൾ പഠിച്ച് വലുതാകുകയും ഞങ്ങളുടെ നാട്ടിലെ മൊത്തത്തിൽ MESൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന MES സ്കൂൾ, അതിലൂടെ ഞങ്ങളുടെ നാട്ടിൽ ഈ സ്ഥാപനം വന്നതിലൂടെ ഞങ്ങളുടെ നാട്ടിൽ കുറേ ഡോക്ടർമാരുണ്ടായി, കുറേ എഞ്ചിനീയർമാരുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ നാടും ഈ ഒരു സ്ഥാപനത്തിലൂടെ തന്നെ വലിയൊരു പുരോഗമനം ഉണ്ടാവുകയുണ്ടായി. ഈ പ്രദേശം TV മുഹമ്മദ് ഹാജിയുടെ പാടമായി കിടന്ന സ്ഥലം ഇന്ന് തിരൂരിലെ കണ്ണായപ്പെട്ട ഒരു സ്ഥലമായി മാറാൻ ഈ MES സ്കൂൾ ഇവിടെ വന്നതിലൂടെ അതിന് സാധിക്കുകയുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ പേര് ടി ബാപ്പുട്ടി ഹാജി എന്ന്, പ്രീതികുട്ടി എന്ന് പേര് വിളിക്കും, ബാപ്പുട്ടി ഹാജി എന്നാണ്. ഇവിടെ ഇരിക്കുന്ന AM സാറിനായാലും മറ്റു സാഫിയാജിനായാലും അവർക്കൊക്കെ ഈ പ്രദേശമായി എന്തെങ്കിലും സ്കൂളിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങായി ഉപ്പ മരണം വരെ നിലകൊണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കമർത്താത്തൊക്കെ അത് അറിയാവുന്ന കാര്യം തോന്നുന്നു. ഏതായാലും എന്നെ ഇതിൽ ക്ഷണിച്ചതിന് വളരെ നന്ദിയുണ്ട്. മാത്രമേ നിങ്ങളുടെ MESൻ്റെ ഈ കുടുംബത്തിൻ്റെ പ്രവർത്തനം
ഇതിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇനി പറയാനുള്ളത് ഇവിടെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തിരൂരിൽ MES തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. എന്ന് വെച്ചാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രായം 35 വർഷമാണ്. ഈ 35 വർഷം കൊണ്ട് ഈ തലത്തിലേക്ക് നമുക്കൊരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം വളർത്തിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. CBSE സ്കൂളുകളിൽ MESൻ്റെ ഏറ്റവും വലിയ സ്കൂള് തുടക്കം മുതൽ ഇതുവരെ തിരൂർ സ്കൂൾ തന്നെയാണ്. ഇനി നമുക്ക് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വല്ലതും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റ് സാമൂഹിക സാംസ്കാരിക മറ്റ് മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ വെരി ഫേമസ് ഒരു പ്രൊവേർബ് ഉണ്ട്, പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. പേനയേക്കാൾ ശക്തമായ മറ്റൊന്നില്ല, അല്ലെങ്കിൽ പേനയേക്കാൾ മൂർച്ചയും ശക്തവുമായ വേറൊരു ആയുധം ഇല്ല എന്നാണ്. സോ എഴുത്തും ചിന്തയും അത് മനസ്സിനെ മാറ്റുന്നു, സമൂഹത്തെ രൂപപ്പെടുത്തുന്നു, ചരിത്രത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കുന്നു. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനവുമുണ്ട്. കാരണം നിങ്ങൾ മറ്റൊന്നിനുമല്ല, എഴുത്തിനും സാഹിത്യത്തിനും കഥയ്ക്കും കവിതയ്ക്കും നിങ്ങൾ ഓരോരുത്തരും അത്രയേറെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് പ്രാമുഖ്യം നൽകുന്നു, പ്രാധാന്യം നൽകുന്നു. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആഹ്വാനിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ MESൻ്റെ തുടക്കം, പ്രത്യേകിച്ച് തിരൂർ താലൂക്കിൻ്റെ. അതിൻ്റെ നമ്മളെ വിജയം ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മക്കളും നമ്മളെ പ്രദേശ നാട്ടുകാരും നമ്മുടെ ജനങ്ങളും അത് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് വന്നതിന് ശേഷം എന്ത് മാറ്റം ഉണ്ടായിരുന്നു പലരും ചോദിച്ചാൽ, ഏതെങ്കിലും വീട്ടിൽ ബിടെക്കിക്ക് പാസ്സാവാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ, ഒരു ആൺകുട്ടിയുണ്ടോ? ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിൻ്റെ കാഴ്ചപ്പാടും നിലപാടുകളും പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എന്നും നമുക്കൊരു താങ്ങായി തണലായി അത്തരത്തിലൊരു പ്രസ്ഥാനത്തിന് 35 വർഷം ഒരു പൊതുജീവിതത്തിൽ പിന്തുടരാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന MES കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, വളരെ സന്തോഷമുണ്ട്. MES തിരൂർ യൂണിറ്റ് ഇതുപോലൊരു കുടുംബ സംഗമം ഈ സായാഹ്നത്തിൽ സംഘടിപ്പിച്ചതിൽ. തീർച്ചയായിട്ടും MESൻ്റെ തിരൂർ താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. AM സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു ആർട്സ് കോളേജ് വിഭാവനം ചെയ്തിരുന്ന ഒരു കാലത്ത്, പിന്നീട് അത് നമുക്ക് സ്ഥലപരിമിതി കൊണ്ടും അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്കുള്ള ഇന്നത്തെ ഒരു ഡിമാൻഡ് കുറവ്, എങ്കിലും നമ്മൾ കുറ്റിപ്പുറത്ത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2 വർഷം മുമ്പ് ആരംഭിച്ചു. അത് നമ്മൾ തിരൂരിലേക്ക് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ MESൻ്റെ സ്വന്തം പേരിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറ്റിപ്പുറത്ത് ധാരാളം സ്ഥലം, ഭൂമി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്പാട് ആരംഭിച്ച ആ സെൽഫ് ഫൈനാൻസിങ് കോളേജ് നമ്മൾ കുറ്റിപ്പുറത്തേക്ക് മാറ്റി. ഈ MES ഫാമിലിയാണല്ലോ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ കുടുംബ സംഗമങ്ങൾ വർഷത്തിൽ നടത്തി ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത് വരാനുള്ള സാഹചര്യങ്ങൾ അത് പുതിയ തലമുറയ്ക്ക് അറിയാനും കൂടിയുള്ളൊരു അവസരമാണ് ഇത്തരം കുടുംബ സംഗമങ്ങൾ. ഇന്നിവിടെ സംസാരിച്ചപ്പോൾ ഷാഫിയാജി അനുസ്മരിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും ഇന്നലെ കഴിഞ്ഞ രൂപത്തിൽ അവരൊക്കെ ഈ സ്ഥാപനത്തിനും MESനും ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിച്ചു. വളരെ അഭിമാനം തോന്നുകയാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. ഈ വർഷത്തെ പുതിയ യൂണിറ്റ് വളരെ പ്രഗത്ഭമായ രീതിയിൽ മഹത്തായ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരു MES എങ്ങനെയൊക്കെയാണോ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ഉത്തമമായ മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ മറ്റേത് യൂണിറ്റിനും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറിയ ഈ MES തിരൂർ യൂണിറ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട്
നിങ്ങൾക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാവർക്കും പടച്ചവൻ്റെ കാരുണ്യ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പങ്കുവച്ച പ്രസ്ഥാനം എന്ന നിലക്ക് അതിൻ്റെ മലപ്പുറം ജില്ലയിലെ അതിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി മാറിയ തിരൂരിൽ അതിൻ്റെ ശക്തമായ യൂണിറ്റ്, തിരൂർ ജില്ലയിലെ ഏറ്റവും ശക്തമായ യൂണിറ്റുകളിൽ തിരൂര് ഇന്ന് നടത്തുന്ന കുടുംബസംഗമം നമുക്ക് സമകാലികമായിക്കൊണ്ട് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. കൂടുമ്പോൾ ഇമ്പം എന്നാണ് കുടുംബത്തിനെ കുറിച്ച് പറയാറ്. പക്ഷേ സമകാലികമായിക്കൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളേറെയും ദുഃഖിപ്പിക്കുന്നതാണ്. നമ്മൾ രാത്രി കാണുന്ന എല്ലാ ചാനലുകളിലും കാണുന്ന കുറ്റപത്രം പോലുള്ള സീരിയലുകൾ നമ്മളെ അമ്പരപ്പിക്കുമ്പോൾ, രാവിലെ വരുന്ന പത്രങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുമ്പോഴൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക്, നമ്മുടെ നാടിൻ്റെ പോക്കൊക്കെ നമുക്ക് വലിയ 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 ഭയാശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇത്തരം കൂടിച്ചേരലുകളുടെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ നൈതികതയും ദാർശനിക മൂല്യങ്ങളും കൂടി പ്രവർത്തിക്കുന്ന ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാന നിലക്ക് MESന് സമകാലിക സംഭവങ്ങളിൽ വളരെ ശക്തവും വ്യക്തവുമായ പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങളിൽ അതിശക്തമായിക്കൊണ്ട് ഇന്ന് നിലനിൽക്കുന്നത്. എല്ലാം വർഗീയവൽക്കരിക്കുന്ന ഈ കാലത്ത്, പേര് ചോദിച്ച് സംസാരിക്കേണ്ട ഈ ഗതികെട്ട കാലത്ത് നമുക്ക് ഒരു പുതിയ പ്രതീക്ഷയും പ്രത്യാശയുമായിക്കൊണ്ട് MES പ്രസ്ഥാനത്തിനെ ഹൃദയത്തോട് ചേർത്തിക്കൊണ്ട് അതിശക്തമായിക്കൊണ്ട് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരൂർ MES ഇന്ന് അതിൻ്റെ സാരഥികൾ ഒട്ടനവധി സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുദീർഘമായ രീതിയിലാണ് തിരൂർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിവിടെ വർണ്ണസഫലമായി വളരെ ഭംഗിയായി നടത്തിയ ഈ കുടുംബസംഗമം. അതിന് എൻ്റെ പ്രിയപ്പെട്ട അതിൻ്റെ അധ്യക്ഷൻ അബ്ദുൽ ഖാദറും സെക്രട്ടറി റസാഖ് ഹാജിയും ട്രഷറർ മമ്മിയും അടക്കമുള്ള ആ മുഴുവൻ ഭാരവാഹികളെയും അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ആ ദൗത്യം ഏറെക്കുറെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 93 മുതൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തുടങ്ങി ആ ദൗത്യം പൂർത്തീകരിച്ചു. ഇനി നമുക്ക് വേണ്ടത് സിവിൽ സർവീസ് മേഖലയിൽ നമ്മളെ മക്കളെ എത്തിക്കലാണ്. അതാണ് MESനെ അടുത്ത ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഈ മഹത്തായ കുടുംബസംഗമം എന്ന് പറയുന്നത് MES തിരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരൂർ യൂണിറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപ് ഇങ്ങനെ ഒരു കുടുംബസംഗമം യൂണിറ്റ് നടത്തിയതായി എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഈ കുടുംബസംഗമം കൂടുന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും ഇതോടുകൂടി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ കുടുംബത്തിന് വേണ്ടത്, നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം MES കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹമാണ്. ആ പരസ്പര സ്നേഹം പങ്കിടൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം വിദ്യാഭ്യാസത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഈ സ്ഥാപനം, MES എന്ന സ്ഥാപനത്തിൻ്റെ ഈ തിരൂർ സ്കൂളിൽ ഇന്ന് ഇത്രയും നിലയിൽ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വളരെയധികം പ്രയത്നിച്ച നമ്മളെ സാറ്, ഷാഫി പോലെ ഇരിക്കുന്ന ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ പേര് വിളിച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരെ കൂടി പ്രയത്നം കൊണ്ട് ഓരോ വർഷവും ഇത് ഉദ്ദേശിച്ചതിലധികം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല എല്ലാ സമുദായങ്ങൾക്കും ഈ സ്ഥാപനം വളരെ ഉപയോഗപ്രദമാണ്. ഈ ജോലി സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിന് പുറമെ മറ്റ് സമുദായങ്ങളെയും ജോലിക്ക് വെച്ചുകൊണ്ടാണ് MES എന്ന സ്ഥാപനം എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം അറിയപ്പെടുന്ന ഒരു ഐക്കണാണ് അദ്ദേഹം. ഒരു മതനിരപേക്ഷ സ്വഭാവത്തിൽ മാത്രമല്ല ഒരു വെർസൈറ്റൽ ജീനിയസാണ്. കാരണം ഒരു വളരെ പ്രമുഖനായിട്ടുള്ള എല്ലാ മേഖലയിലും ഒരു മീഡിയ പേഴ്സണാണ്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഒരു മതേതരത്വ സ്വഭാവത്തോടുകൂടി രാജ്യത്തെ ഒരു സംഘടന, ഒരു ന്യൂനപക്ഷ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു നേതാവാണ് ഡോക്ടർ ഫസൽ സാർ. അദ്ദേഹം നമുക്ക് വേണ്ടി പല കാര്യങ്ങളിലും ഈ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനോട് ഒരു MESന്റെ ഫോളോവർ നിലക്ക് നന്ദി രേഖപ്പെടുത്തി. സന്ദർഭങ്ങൾ അല്ല, മാത്രകൾ മാത്രം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മുടെ ജീവിതം വളരെ പ്രചോദനമാക്കുന്നതും മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലൊരു മാറ്റു കൂട്ടുന്നതും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ MESൻ്റെ ഇത്തരം സംരംഭങ്ങൾ വളരെയധികം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം പങ്കുവെക്കുന്ന ഒരു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു MESലൂടെ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ജോലികളും അവരുടെ മക്കൾക്കും ഉയർന്ന തരത്തിലും
അതുപോലെ തന്നെ നമുക്ക് സാമൂഹ്യപരമായി ജീവിതത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പോകുന്നതിനെല്ലാം നമുക്കിതിനോട് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആ വ്യക്തി വളർന്നു വലുതാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബം എന്ന് പറയുന്നതിന് വളരെ പ്രസക്തിയുണ്ട്. ആ കുടുംബത്തെ വളർത്തിക്കൊണ്ടുവരുന്നതും അത് സംരക്ഷിക്കപ്പെടേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മതപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് ധനസഹായം കൊടുക്കുക എന്നതായിരുന്നു. ധനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നഷ്ടപ്പെടാത്ത ഒരു ധനമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അവനിൽ അലിഞ്ഞു കയറിയിരിക്കുന്ന ധനമാണ്. അത് ആർക്കും മോഷിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. അത്തരമൊരു വിദ്യാഭ്യാസം കൊടുക്കുകയാണ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രാഥമിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വളർന്ന് വലുതായിട്ടുള്ള എല്ലാ സഹോദരങ്ങളും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ MES യഥാർത്ഥരാണ്. MESന്റെ പ്രവർത്തകർ അതിലേറെ സന്തുഷ്ടമാണ്. മീഡിയ ന്യൂസ് തിരൂർ.